ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതേ മോളാ. മോളാ കാര്യം ശക്തമായിട്ട് അവരോട് പറഞ്ഞാ മതി, അല്ലേ രാജു? അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? അത് വർമ്മ സാറിന് ഇഷ്ടപ്പെടില്ല. പിന്നെ പെണ്ണിന്റെ അച്ഛൻ ആനന്ദംപിള്ള ജയിലില്ല. നിങ്ങളുടെ മറ്റു ബന്ധുക്കൾ അങ്ങ് പാലക്കാടും. ഈ സാഹചര്യം കണക്കിലെടുത്ത് നമുക്ക് കല്യാണത്തിന് ഒരാർഭാടവും കാണിക്കണ്ട. അയ്യോ വേണ്ട, ഒരു കാരണവശാലും വേണ്ട. അമ്പലത്തിന്റെ തിരുനടയിൽ വെച്ച് ചെറുക്കനും പെണ്ണും പരസ്പരം തുളസിമാല ചാർത്തുന്നു. അതിനുശേഷം വരൻ വധുവിന്റെ കഴുത്തിലേക്ക് താലി ചാർത്തുന്നു. അത്രയും മതി, അതിന്റെ കാര്യമുള്ളൂ. താലി ചാർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും പെട്ടെന്ന് പൊട്ടിക്കാനുള്ളതല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്ത് കാര്യമുണ്ടെങ്കിലും പറയണം. കാരണം നമ്മൾ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാവാൻ പാടില്ല. ഞാൻ എൻ്റെ എല്ലാ പാസ്റ്റ് ഹിസ്റ്ററികളും ഞാൻ നന്ദനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇത് അങ്ങനത്തെ രഹസ്യങ്ങളൊന്നുമല്ല, നന്ദനയുടെ സ്വത്തുക്കളെ പറ്റിയ. അത് ശരിയാണല്ലോ. ആനന്ദംപിള്ളയല്ലേ പാപ്പരായിട്ടുള്ളൂ, മകള് പാപ്പരായിട്ടില്ലല്ലോ. അത് പോകാതിരിക്കാൻ കൂടിയാ ഈ കല്യാണം. അതായത് കല്യാണശേഷം നന്ദനയുടെ എല്ലാ സ്വത്തുക്കൾക്കും ദീപക്കിനും കൂടി അവകാശമുണ്ട്. അത് പിന്നെ പ്രത്യേകം പറയണോ? സ്വാഭാവികമായിട്ടും അവകാശം ഉണ്ടാവുമല്ലോ. അത് വിവാഹശേഷം എന്ത് ചെയ്യണം, എങ്ങനെ വേണോന്നൊക്കെ ഇവര് തന്നെ തീരുമാനിക്കട്ടെ, അല്ലേ? അതെ. അത് ശരി. അപ്പൊ ഈ സ്വത്ത് കൂടെ വിഴുങ്ങാനാണ് അംബികയുടെയും മകന്റെയും പ്ലാൻ. ഋതുമോളെ, ചെരമി കയറി വാ. ഇവിടെ മഹത്തായ ഒരു കല്യാണം നടക്കാൻ പോകുമ്പോ നിങ്ങൾ മുറിയിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുക? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? സംഘാടകരായിട്ടെങ്കിലും ഒന്ന് മാറ്, സന്തോഷിക്കാലോ. കാരണം 8 നിലയിൽ പൊട്ടാൻ പോകുന്നൊരു കല്യാണല്ലേ ഇവിടെ നടക്കാൻ പോകുന്നേ. അതെ, ലോകത്തിന് തന്നെ മാതൃകയാവാൻ പോകുന്ന 2 അമ്മായിമ്മമാരും 2 പൊരിക്കടലകളും ചേർന്നുള്ള സന്ധി സംഭാഷണം കേട്ടിട്ട് വരിക ഞാൻ. അല്ല, മാതൃക അമ്മായിയമ്മമാരെ എനിക്ക് മനസ്സിലായി. ഈ പൊരിക്കടല അതെന്താന്ന് പിടികിട്ടിയില്ല. അതിനിത്ര പിടികിട്ടാൻ എന്തിരിക്കുന്നു? പുതിയ യുവമിത്രങ്ങൾ ദീപവും നന്ദവും. കുറച്ചു കഴിയുമ്പോ ദീപവും നന്ദവും റെഡ്യൂസായി ദീയും നായും ആവും. 2 ആഴ്ച കഴിയുമ്പോ ദീക്കും നായിക്കും പകരം വേറെ അക്ഷരങ്ങളും വരും. മറ്റൊരു ന്യൂസും കൂടി ഇപ്പൊ വെളിവായി. പറഞ്ഞതുപോലെ അവര് ദാരിദ്ര്യമുള്ളവരാന്ന് തോന്നുന്നില്ല. ആനന്ദംപിള്ള പാപ്പര് ചീട്ട് വാങ്ങിയിരിക്കുന്നത് തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ നന്ദനയുടെ പേരിലുള്ള സ്വത്തുക്കള് കല്യാണശേഷം 2 പേർക്കും കൂടി ഉള്ളതാന്ന് ശിവകാമി പറയുന്നത് ഞാൻ കേട്ടതാ. എന്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചതാ, കാശില്ലാത്ത പെണ്ണിന് ദീപക്ക് കല്യാണം കഴിക്കുമെന്ന്. ദീപക്ക് കല്യാണം കഴിക്കോ എന്നതല്ല മാറ്റർ. ദീപക്കിനെ കൊണ്ട് അംബിക കല്യാണം കഴിപ്പിക്കോ എന്നുള്ളതാണ് മാറ്റർ. കറക്റ്റ്. അപ്പാ പെണ്ണിന്റെ കാശും മറ്റു സ്വത്തുക്കളും അടിച്ചെടുക്കാനാ അംബികയുടെയും മകന്റെ ലക്ഷ്യം. കല്യാണം കഴിഞ്ഞ ആ പെണ്ണിനെ വളച്ച് ഇവനും അമ്മയും കൂടി അവളുടെ ഫണ്ടും പ്രോപ്പർട്ടിയും മുഴുവനും കൈക്കലാക്കും. പിന്നെ ആ പെണ്ണിനങ്ങ് ഓടിച്ചും വിടും. അവളുടെ ഒക്കത്ത് ഒരു കുഞ്ഞിനും കൂടെ കൊടുക്കാതിരുന്ന ഭാഗ്യം. ചെറുമേ, ആ പാവം കുട്ടി പെടുവല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്റെ ചെറിയമ്മേ
ഈ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറെ നേരമായിട്ട് വഴക്കിടുക. ആ പെണ്ണ് വന്ന് പെടുന്നതിന് നമ്മളാണ് ഉത്തരവാദികള്. ഈ കല്യാണം നടക്കാതിരിക്കാൻ എന്താണ് ഒരു വഴിയെന്ന ചെറിയമ്മ ഞാൻ ആലോചിക്കുന്നത്. കല്യാണമൊക്കെ നടക്കും, അവര് നടത്തും. പ്രതാപേട്ടൻ വരെ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ഭാഗത്തുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞും ഇങ്ങോട്ടല്ലേ ചെറിയമ്മ വരുന്നത്. ഇനി ഈ പെണ്ണിന്റെ കണ്ണുനീര് കൂടി നമ്മൾ കാണണ്ടേ? ഇത് മോളുടെ വീടാ. ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതേ മോളാ. മോളാ കാര്യം ശക്തമായിട്ട് അവരോട് പറഞ്ഞാ മതി, അല്ലേ രാജു? അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? അത് വർമ്മ സാറിന് ഇഷ്ടപ്പെടില്ല. ഓ, വയറ് നിറഞ്ഞു. ഈ ലോകത്ത് എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. ഓ, പക്ഷെ ദോശയ്ക്കും ചമ്മന്തിക്കും മാത്രം ഒരു മാറ്റം വന്നിട്ടില്ല. ഇഡലിക്ക് മാറ്റം വന്നോ? ആ, അതിനൊട്ടും മാറ്റം വന്നിട്ടില്ല. നിന്റെ ഈ നാക്കിന് ഒരു റെസ്റ്റും ഇല്ലടാ. അവനെ റെസ്റ്റ് ഇല്ല, പിന്നെ അവന്റെ നാക്കിന് സുഖമില്ലാത്തവനാണെന്ന് ഓർക്കണം. അവൻ ഒരു അസുഖവും ഇല്ല. നീ ഒരു അസുഖക്കാരനാക്കല്ലേ. ഞാൻ ചോദിച്ചതിന് ചേച്ചി മറുപടി പറ. എന്തിനുള്ള മറുപടിയാ ഞാൻ പറയേണ്ടത്? ഈ ദോശയില് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൂടെ? ദിവസവും കോവയ്ക്ക കൊണ്ടുള്ള മെഴുക്കുരുട്ടിയാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന കോവലിന്റെ ചുവട്ടില് ആരും കാണാതെ തിളച്ച വെള്ളം ഒഴിച്ചവനായവൻ. ആ കോവലാണെങ്കിൽ കരിഞ്ഞും പോയി. കോവല് കരിഞ്ഞു പോയാലും പാവലുണ്ടല്ലോ. അതിന്റെ ചുവട്ടിലെങ്ങാനും തിളച്ച വെള്ളം ഒഴിച്ച നിന്നെ ഞാൻ ശരിയാക്കും. ദേ, ചേച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ആ, മറ്റൊരാളായിരിക്കും. പോടാ അവിടുന്ന്. ഹലോ സിസ്റ്റർ, ഇത് ഞാനാ, പ്രതാപവർമ്മ. മനസ്സിലായി സർ. എന്താ? നാളെ രാവിലെ 10-നും 10:30 ശുഭമുഹൂർത്തത്തില് കുന്നത്തുകാവ് അമ്പലത്തിൽ വെച്ച് എന്റെ അനന്തരവന്റെ വിവാഹമാ. സിസ്റ്റർ നിർബന്ധമായിട്ട് വരണം. ഞാൻ വരണോ? അതെന്തിനാ സർ? അങ്ങനെ ചോദിക്കരുത്. സിസ്റ്റർ എന്റെ കുടുംബത്തിന്റെ അന്യാണോ, അതുകൊണ്ട് സിസ്റ്റർ തീർച്ചയായിട്ടും വരണം. ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുമോ? വരാൻ സർ. താങ്ക് യു. നരകത്തിലേക്ക് അവളുടെ യാത്രയെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ രാജു. ഋതുവിന് വട്ടുണ്ടോ? അല്ല, അറിയാൻ പാടില്ലഞ്ഞിട്ട് ചോദിക്കാ, വട്ടുണ്ടോ? അല്ല, ഇവളാ കഴുകന്റെ കയ്യിലേക്ക് വീഴുമല്ലേ രാജു, അതുകൊണ്ട് പറഞ്ഞു പോയതാ.